ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലഹരി പരിശോധനയിൽ നിന്നും ആരെയും ഒഴിച്ചു നിർത്തില്ലെന്നും വിവരം ലഭിച്ചാൽ എവിടെയും പരിശോധന നടത്തുമെന്നും മന്ത്രി എം.ബി. രാജേഷ്. സിനിമാ ഷൂട്ടിംഗ് സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നടിയുടെ വെളിപ്പെടുത്തൽ സർക്കാർ അന്വേഷിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു. വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 3 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ ലഭിച്ചു. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഷൂട്ടിംഗിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൌരവമുള്ളതാണെന്നും സർക്കാർ അന്വേഷിക്കുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുകയും നിയമപരമായ പരിഹാരത്തിന് ധൈര്യപൂർവ്വം നിലപാട് സ്വീകരിക്കുകയും ചെയ്ത നടിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയായ മലയാള സിനിമാ മേഖലയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന യാതൊരു പെരുമാറ്റവും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരി പരിശോധനയിൽ നിന്നും ആരെയും ഒഴിച്ചു നിർത്തില്ലെന്നും ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചാൽ എവിടെയും പരിശോധന നടത്തുമെന്നും മന്ത്രി എം.ബി. രാജേഷ്. ലഹരി ഉപയോഗം സംബന്ധിച്ച ഏത് വിവരവും സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയ അവിടെയും പരിശോധിക്കേണ്ടി വരും. 1,17,000-ലധികം വാഹന പരിശോധന ഈ മാർച്ച് മാസത്തിൽ നടന്നു. 14,000 റെയ്ഡ് നടന്നു. 10,000 കേസുകൾ എടുത്തു. 3,000 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എക്സൈസ് നടത്തുന്നു, മറുഭാഗത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് നടത്തുന്നു. സംയുക്തമായിട്ടുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയ മാറ്റം നമുക്ക് കാണാനും പറ്റും. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലവിൽ കേസുകളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ACP അബ്ദുൾ സലാം. തുടർ നടപടികൾ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കും. ഹോട്ടലിൽ നിന്നും ഓടിപ്പോയത് എന്തിനാണെന്ന് ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരപന്തലിലുണ്ടായിരുന്ന 3 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ ലഭിച്ചു. എന്നാൽ അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ഇന്ന് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു. വൈകുന്നേരം ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കും. നാളെ രാത്രിയോടെ ഉയിർപ്പ് തിരുനാളിനുള്ള ശുശ്രൂഷകൾ ആരംഭിക്കും. ഈസ്റ്റർ ദിനമായ ഞായറാഴ്ചയും പ്രത്യേക കുർബാനയും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ദുഃഖവെള്ളി ആചരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ വിവിധ കാത്തോലിക്ക സഭകൾ സംയുക്തമായി കുരിശും ചുമന്ന കുരിശിന്റെ വഴി നടത്തി. ലത്തീൻ, സീറോ മലബാർ, മലങ്കര, ക്നാനായ തുടങ്ങിയ സഭകളുടെ നേതൃത്വത്തിലാണ് കുരിശിന്റെ വഴി നടത്തിയത്. വൈകുന്നേരം വിവിധ ദേവാലയങ്ങളിൽ പീഡാസഹന അനുസ്മരണം, ദൈവവചന പ്രഘോഷണം, കുരിശാരാധന, തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, തിരുസ്വരൂപ വണക്കം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ യേശുക്രിസ്തുവിന്റെ അഗാധമായ ത്യാഗത്തെക്കുറിച്ച് അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ ജീവിതത്തിൽ ദയ, അനുകമ്പ, മഹാമനസ്കത എന്നിവ ഉൾക്കൊള്ളേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം നിലകൊള്ളുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈസ്റ്റർ തിരക്ക് പരിഗണിച്ച് സംസ്ഥാനത്തെ 10 ട്രെയിൻ സർവീസുകളിൽ അധിക കോച്ച് ഉൾപ്പെടുത്തിയതായി റെയിൽവേ. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി, കാരയ്ക്കൽ എറണാകുളം, അമൃത, മാവേലി, മലബാർ ട്രെയിനുകളിലാണ് തിങ്കളാഴ്ച വരെ അധിക കോച്ചുകൾ ഉൾപ്പെടുത്തിയത്. മുനമ്പം വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കോഴിക്കോട് റോമൻ കാത്തലിക് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയത്തിൽ പരിഹാരം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്ത് നിർമ്മിക്കുന്ന പുതിയ ഭസ്മക്കുളത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. 18ാം പടിക്ക് മുന്നിൽ വലിയ നടപ്പന്തലിന് പുറകുവശത്തായാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക പൈതൃക ദിനം. ദുരന്തങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഭീഷണി നേരിടുന്ന പൈതൃകം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ന് രാജ്യത്തുടനീളമുള്ള എല്ലാ സംരക്ഷിത സ്മാരകങ്ങളിലും പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പ് ഈ മാസം 21 മുതൽ 30 വരെ കനകകുന്ന് പാലസ് ഗ്രൌണ്ടിൽ നടക്കും. ഉൽപ്പന്ന ലോഞ്ച്, B2B മീറ്റിംഗുകൾ, സെമിനാറുകൾ എന്നിവ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കും. 250-ലധികം സ്റ്റോളുകൾ ഉണ്ടാകും. വിനോദസഞ്ചാരികൾക്കായി കുട്ടനാട്ടിൽ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ജലകായിക വിനോദ പരിപാടി ശ്രദ്ധേയമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. നീലംപേരൂരിലെ വാലടിയിലാണ് ഈ ജലകായിക വിനോദം ഒരുക്കിയിട്ടുള്ളത്. കുട്ടവഞ്ചികളിലും പെഡൽ ബോട്ടുകളിലും യാത്ര ചെയ്യാൻ നിരവധി വിനോദസഞ്ചാരികളാണ് നിത്യവും ഇവിടെ എത്തുന്നത്. പ്രളയത്തിൽ തകർന്നുപോയ ഈ ഗ്രാമത്തെ വിനോദസഞ്ചാരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കുടുംബശ്രീ സംരംഭം. സന്ധ്യ മനോജ്, ഷേർലി രാജേന്ദ്രൻ, സരസമ്മ ബേബി, മോളി രാജേന്ദ്രൻ, മണിയമ്മ വിനോദ് എന്നിവരാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവരുടെ പ്രവർത്തനം. വനിതകൾ നടത്തുന്ന ജില്ലയിലെ ആദ്യ വാട്ടർ സ്പോർട്സ് എന്റർടൈൻമെന്റ് പാർക്ക് കൂടിയാണിത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 12 അതിഥി തൊഴിലാളികളെ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ഇവർ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് രോഗികൾ അറിയിച്ചു. രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. IPL T20 ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. മനുഷ്യത്വം ആതുര സേവന രംഗത്തെ കൂടുതൽ മികച്ചതാക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സൌത്ത് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഉറപ്പായും നല്ല ഡോക്ടറോ പ്രൊഫസറോ നല്ല രാഷ്ട്രീയക്കാരനോ ആകാൻ സാധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ഒരു നല്ല വ്യക്തിക്ക് തന്റെ തൊഴിലിൽ മികവ് പുലർത്താൻ കഴിയും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 21-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ മാസം 21 മുതൽ മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കും. തകഴി സ്മാരക സമിതിയുടെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി KP സുധീരയ്ക്ക് മുൻമന്ത്രി G സുധാകരൻ സമ്മാനിച്ചു. തകഴി ശിവശങ്കരപിള്ളയുടെ 113ാമത് ജന്മദിന സമ്മേളനത്തിൽ വെച്ചാണ് പുരസ്കാരദാനം നടത്തിയത്. തകഴി ചെറുകഥാ പുരസ്കാരം കോഴിക്കോട് മണിയൂർ സ്വദേശി വിമീഷ് മണിയൂറിന് സമ്മാനിച്ചു. പെൺകുട്ടികളിലെയും സ്ത്രീകളിലെയും രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ചികിത്സാ മാർഗ്ഗരേഖ തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹീമോഫീലിയ ടെക്നിക്കൽ കമ്മിറ്റിയാണ് മാർഗ്ഗരേഖ തയ്യാറാക്കിയത്. ഭാരതപ്പുഴ കുറ്റിപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട് 2 പേർ മരിച്ചു. തവനൂർ സ്വദേശി ആബിദ, സഹോദരന്റെ മകൻ മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ പുഴയിൽ കുളിക്കാനിറങ്ങിയ ലിയാൻ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് രക്ഷിക്കാനിറങ്ങിയതാണ് ആബിദ. ഇടുക്കി മരക്കാനം കൊമ്പൊടിഞ്ഞാൽ റോഡിൽ മിനി വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനയാത്രികർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. റാന്നിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. റാന്നി സ്വദേശി സണ്ണി ഫിലിപ്പാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ചെല്ലക്കാട് എന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി പരിശോധനയിൽ നിന്നും ആരെയും ഒഴിച്ചു നിർത്തില്ലെന്നും വിവരം ലഭിച്ചാൽ എവിടെയും പരിശോധന നടത്തുമെന്നും മന്ത്രി MB രാജേഷ്. സിനിമാ ഷൂട്ടിംഗ് സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നടിയുടെ വെളിപ്പെടുത്തൽ സർക്കാർ അന്വേഷിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നു.
വനിതാ സിപിഒ റാങ്ക് ലിസ്റ്റ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 3 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് കൂടി അഡ്വൈസ് മെമ്മോ ലഭിച്ചു. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.